അത് അത്യാവശ്യമായിരുന്നു. അവള് ദക്ഷയുടെ കാലിലിടുന്ന ചെരുപ്പും ചുമന്ന് ഈ വീട് മുഴുവൻ നടക്കണം. ഇവിടെ വരുമ്പോ എനിക്ക് ആകെ സംസാരിക്കാൻ താല്പര്യമുള്ളതും പരിചയമുള്ളതും കല്യാണി മാത്രമാ. ഇവളത് എവിടെ പോയി? അതൊരു ഡയറിയാണല്ലോ. ഇനി ആരെന്തെങ്കിലും അബദ്ധത്തിൽ കളഞ്ഞായിരിക്കോ? ഈശ്വര, അതെന്റെ ഡയറിയാണല്ലോ. കല്യാണിയോ? അല്ല, ഇത് ആരുടെ ഡയറിയാണെന്ന് ഞാൻ നോക്കുമായിരുന്നു. ഇത് നോക്കണ്ട, ഞാനല്ലാതെ ആരും ഇത് കാണരുത്. താനൊന്ന് കൂളായി നിൽക്ക്. താനിങ്ങനെ ടെൻഷനൊന്നും ആവണ്ട. അല്ല, ഒരു ഡയറി ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് എനിക്കറിയാം. അത് ഒരു സ്വകാര്യ സ്വത്താ. ആ പ്രൈവസിയിൽ കടന്നു കയറിയതെന്ന കോമൺ സെൻസ് ഒക്കെ എനിക്കുണ്ട്. സത്യം പറഞ്ഞ ഞാൻ കല്യാണി തേടി നടക്കുമായിരുന്നു. എന്തിനാ സാർ എന്തിനാ എന്നെ തിരക്കി നടക്കുന്നേ? സാറോ? എടോ, ഞാൻ നിന്റെ കൂടെ പഠിക്കുന്ന നിശാന്താ. താൻ ഇതുവരെ എന്റെ പേരല്ലേ വിളിച്ചോണ്ടിരുന്നത്? ഇപ്പൊ ഞാൻ എങ്ങനെ തന്റെ സാറായി? ഞാൻ ഈ വീട്ടില് വേറൊരു വേലക്കാരിയാ. വേലക്കാര് മുതലാളിമാരെ സാറെന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. എന്നാരാ പറഞ്ഞേ? അല്ല, കൂടെ പഠിക്കുന്നവരാരായാലും പരസ്പരം പേര് പറഞ്ഞ് വിളിക്കുന്നതല്ലേ നമ്മുടെ ഒരു രീതി. അല്ലാതെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും ഒരു ഫ്രണ്ടിനെ സാറെന്ന് വിളിക്കോ? ശമ്പളം തരുന്ന ആളുകൾ പറഞ്ഞാ അതനുസരിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ. എന്തു പറ്റി കല്യാണി? ആരോ നിന്നെ ശരിക്കും വിഷമിപ്പിച്ചിട്ടുണ്ട്. ആരാ? ദക്ഷയാണോ? എനിക്കൊരു വിഷമവുമില്ല, എനിക്കാരോടും പരാതിയുമില്ല. പിന്നെ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമല്ലേ, കുറച്ച് തിരക്കുണ്ട്. നമുക്ക് പിന്നെ കാണാം സാർ.